ഇന്ന് രാവിലെ മുഖ്യമന്ത്രി സമാനമായ രീതിയിൽ തന്നെ ഈ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിൽ 2 അന്വേഷണങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിനിടെ തന്നെയാണ് പരിശോധനകളൊക്കെ തുടരുന്നത്. ഫൈസൽ നെടുമ്പാല ഒരിക്കൽ കൂടി ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ഫൈസൽ, ഇനിയിപ്പോൾ ഏറ്റവും നിർണായകമായത് ഈ നടക്കാനിരിക്കുന്ന അവലോകന യോഗമാണ്. ഇതിൽ ഈ കരാർ കമ്പനിയുടെ ആരെങ്കിലുമൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ? അനിഷ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കരാർ കമ്പനിയിലെ ആളുകൾ ഉണ്ടാകും, അതുപോലെ കൊങ്കൺ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുണ്ടാകും, PWD ഉദ്യോഗസ്ഥരുണ്ടാകും. അങ്ങനെ ഇതിനെ ചുമതലയുള്ള ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ഒരു വിശദീകരണം ഇതിന് ഈ അവലോകന യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അത് തന്നെയാണ് ഒരു വാർത്താ സമ്മേളനം ഇതിന് ശേഷം വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തുന്ന വാർത്താ സമ്മേളനം ഇതിന് ശേഷം ഉണ്ടാകും. അതിലായിരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി പറയാൻ സാധ്യതയുള്ളത്. ഏറ്റവും പ്രധാനമായി എങ്ങനെ ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ പറയേണ്ടതുണ്ട്. ഇന്നലെ സിദ്ദിഖ് പോലും കൃത്യമായി പറഞ്ഞത് ഇതൊരു മാൻമേഡ് ആയിട്ടുള്ള ഇതൊരു മാൻമേഡ് ആയിട്ടുള്ള ദുരന്തം ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. ഈ കരാർ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഒരു വിശദീകരണം കേൾക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ എടുക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ ആ മൺകൂനയുടെ കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു. ആ മണ്ണ് അവിടുന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശം നൽകിയെന്ന് മന്ത്രിമാർ തന്നെ പറഞ്ഞിരുന്നു. അത് കരാർ കമ്പനിക്കാർ നടപ്പാക്കിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഒരു അവലോകന യോഗത്തിന് ശേഷം അത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 പേരുടെ ജീവനാണ് ഈ ഒരു ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. 5 പേർ ഇനിയും മണ്ണിനടിയിലാണ് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള മറ്റൊരു കാര്യം. 2 ദിവസം പൂർത്തിയാകുമ്പോൾ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് മുമ്പിലുണ്ട്. അപ്പൊ അവരെ കണ്ടെത്തേണ്ട നടപടികൾ എത്രത്തോളം ആയി, ഇനി എന്താണ് സംവിധാനം ഒരുക്കാൻ പോകുന്നത്? നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് 2 ദിവസം പൂർണ്ണമായും അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. ഇപ്പോഴും നമ്മൾ തിരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി 2 ദിവസം. 2 ദിവസത്തിൽ ഇനി 5 പേരെ മണ്ണിനടിയിൽ നിന്ന് നമുക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിലെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ട്.